ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ഏറ്റവും സാധാരണ ഒരു കാര്യം കൊണ്ടാണ് ചെയ്യുന്നത്. ഇത് മുട്ട കൊണ്ടുള്ളൊരു കറിയാണ്. പക്ഷേ സാധാരണ മുട്ടക്കറിയല്ല, ഇത് എഗ് കീമ മസാല. മുട്ടയെ നമ്മൾ കീമയാക്കി മാറ്റുന്നു, അത് വെച്ചിട്ടൊരു മസാലക്കറി ഉണ്ടാക്കുന്നു. ഓക്കെ, അപ്പോൾ എഗ് കീമ മസാല ചപ്പാത്തിക്ക്, പൊറോട്ടാസ്, പിന്നെ ഇങ്ങനെ കാര്യങ്ങൾക്കെല്ലാം എക്സലൻ്റ് ആയിരിക്കും. ദോശയുടെ കൂടെ നല്ലതായിരിക്കും. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ റെഡിയാണ്. ഇതിലിപ്പോൾ ഒരു 8 മുട്ട പുഴുങ്ങിയതുണ്ട്. ഈ മുട്ട 8 എണ്ണം പുഴുങ്ങിയതിനെ ഒരു ഗ്രേറ്റർ ഉപയോഗിച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അത് ഞാൻ മുട്ടയാണ് എന്നറിയാനാണ് ഞാനിവിടെ മുട്ടയായിട്ട് തന്നെ വെച്ചിരിക്കുന്നത്, കാണിക്കാനായിട്ട് ഇൻഗ്രീഡിയൻസിൻ്റെ കൂട്ടത്തിൽ. പക്ഷേ അത് ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ചീസൊക്കെ ഗ്രേറ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ കീമ. എഗ് കീമയായിട്ട് മാറും. മുട്ട കീമയായി മാറാൻ പോകുന്ന കാഴ്ചയാണ് അടുത്തത്. മുട്ട 8 എണ്ണം പുഴുങ്ങി ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തത്. എണ്ണ 3 ടേബിൾ സ്പൂൺ, കടുക് 1 ടീസ്പൂൺ, വറ്റൽമുളക് 4 എണ്ണം, കറിവേപ്പില ആവശ്യാനുസരണം, പച്ചമുളക് 2 എണ്ണം ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പിരിയൻ മുളകിൻ്റെ പൊടി 1.5 മുതൽ 2 ടീസ്പൂൺ വരെ ആകാം, ടൊമാറ്റോ 2 വലുത് ഹാഫ് സ്ലൈസസ് ആയിട്ട് മുറിച്ചത്, ഗരം മസാല പൊടിച്ചത് 1 ടീസ്പൂൺ, സവാള 2 വലുത് ചെറുതായി അരിഞ്ഞത്, കസൂരി മേത്തി പൊടിച്ചത് 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യാനുസരണം, മല്ലിയില അരിഞ്ഞത് ആവശ്യത്തിന്. അപ്പോൾ നമ്മുടെ എഗ് കീമ മസാല ഉണ്ടാക്കി തുടങ്ങാം. മുട്ട കീമ ദേ നോക്കിയാൽ ഞാനിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മുട്ട കീമ. സാധാരണ കീമ എന്ന് പറയുമ്പം ഇറച്ചി കൊത്തി എടുക്കുന്നതാണ്. അങ്ങനത്തെ മീറ്റ്, പലതരം മീറ്റാണ് കീമയാക്കി എടുക്കുന്നത്. മട്ടണാകാം, ബീഫാകാം, അങ്ങനെ. ഇത് പക്ഷേ നമ്മൾ മുട്ടയിൽ കീമ ഉണ്ടാക്കുന്നു. ആദ്യം അടുപ്പ് കത്തിച്ച് ചൂടാക്കാൻ വെച്ച് കഴിഞ്ഞു. ചൂടായി തുടങ്ങുന്നു. കുറച്ചെണ്ണ, ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ. ഇത് ഏതെണ്ണയിലും ചെയ്യാം, വെളിച്ചെണ്ണയിലും ചെയ്യാം, റിഫൈൻഡ് ഓയിലിൽ ചെയ്യാം. നിങ്ങൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് അതിൽ തന്നെ ചെയ്തോളൂ. ഹെൽത്തി ആയിട്ടുള്ള ഓയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലും നമുക്ക് ചെയ്യാം. അപ്പോൾ എണ്ണ ചൂടായി തുടങ്ങി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുകെല്ലാം നന്നായി പൊട്ടി തുടങ്ങുന്നു. ഇനി ഇതിലേക്ക് തീ അല്പം കുറയ്ക്കാം. വറ്റൽമുളക് ഒരു 3 or 4 ആയിക്കോട്ടെ, 4 എണ്ണം ഇടുന്നു. കുറച്ച് കറിവേപ്പില, ഇനി ഇതിലേക്ക് വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് 2 എണ്ണം ചെറുതായി അരിഞ്ഞത്, വട്ടത്തിന്, ഇഞ്ചി അതുപോലെ 1 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞത്. ഇതൊക്കെ ഒന്ന് വാടി തുടങ്ങട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് സവാള. 2 ഇടത്തരം സവാള ഇങ്ങനെ ഫൈനലി ചോപ്ഡായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി തീ വീണ്ടും കൂട്ടി കൊടുക്കാം. കുക്കിംഗ് എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മൾ ചൂട് ക്രമീകരിക്കുന്നതിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. കൂട്ടുക, കുറയ്ക്കുക, അത് എങ്ങനെയാണെന്ന് വെച്ച് ഇപ്പോൾ നമ്മൾ വിറകടുപ്പിൽ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് തീ കത്തിക്കേണ്ട സമയം ഉണ്ടാകും. പിന്നെ ചില സമയങ്ങളിൽ തീ പിരിച്ചിടുക എന്ന് പറയും. അപ്പോൾ നമ്മൾ ആ വിറകൊക്കെ ഇങ്ങോട്ട് മാറ്റിയിട്ട് ചിലപ്പോൾ കനലുണ്ടാവും, കനലിനെയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കുറച്ച് വെളിയിലേക്ക് എടുത്ത് കളഞ്ഞിട്ട് അങ്ങനെ ഒരു ബാലൻസ് ഉണ്ടാക്കും. നല്ല ചൂടായി കിടക്കുമ്പോൾ അത് അത്രയും മതി അന്നേരം. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഗ്യാസിൽ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ കൂട്ടുക, കുറയ്ക്കുക, അങ്ങനെ. ചെറുതായി കളർ മാറാൻ തുടങ്ങുന്നു. വാടിക്കഴിഞ്ഞു, കളർ മാറാൻ തുടങ്ങുന്നു. ഈ ഒരു സ്റ്റേജിൽ നോക്കി ഉള്ളിയും കൂടി ചേർക്കാം. അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണിത്. ആ എരിവ് ഇങ്ങനെ കിട്ടുന്നുണ്ട് എനിക്ക്. ഇനി ഉള്ളിയുടെ കളറും ഒക്കെ ഒന്ന് മാറി വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഉള്ളിയുടെ നിറമെല്ലാം മാറി തുടങ്ങി. ഇതേ നോക്കി ഗോൾഡൻ ബ്രൗൺ ആകാൻ തുടങ്ങുന്നു. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ഈ ഒരു സ്റ്റേജിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി അടുത്തത് മുളക് പൊടിയാണ്. മുളക് പൊടി നമ്മളുടെ ഓരോരുത്തരുടെയും എന്താ പറയുക, നമ്മുടെ എരിവിനനുസരിച്ചിട്ടാണ് ചേർക്കുന്നത്. എങ്കിലും ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ ചേർക്കാൻ പോകും, നിറച്ച് ചേർക്കാൻ പോകും. 2 മുതൽ 3 ടീസ്പൂൺ വരെ ആകാം. അപ്പോൾ തീ കുറയ്ക്കുക. മുളക് പൊടി ചേർക്കുമ്പോൾ തീ അല്പം കുറച്ചിട്ട് ഒരു 2 ടീസ്പൂൺ നിറച്ച് ചേർക്കുന്നു. അതോടൊപ്പം വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ചേർക്കാനുണ്ട്. ഇതെല്ലാം പെട്ടെന്ന് തന്നെ മൂക്കും. പാത്രം നല്ല ചൂടായി കിടക്കുകയാണ്. പച്ചച്ചുവയെല്ലാം ഫാസ്റ്റായിട്ട് മാറും.
ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആകും. കുറച്ച് ഗരം മസാലപ്പൊടിയും ഒരു 3/4 ടീസ്പൂൺ വരെ ഗരം മസാലപ്പൊടി, 1/2 to 3/4, 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ. എല്ലാം മൂത്ത് നല്ല മണം വരുന്നു. ഇനി ഇതിലേക്ക് ടൊമാറ്റോ, 2 വലിയ ടൊമാറ്റോ, ഹാഫ് സ്ലൈസസ്, ഇതിപ്പോൾ 1/4 സ്ലൈസസ് ആയിട്ട് മുറിച്ചത്. ഇനി ആ ടൊമാറ്റോയുടെ ഈർപ്പം ഇറങ്ങിയിട്ട് തീ അല്പം കൂട്ടി കൊടുക്കുന്നു. വീണ്ടും അതിങ്ങനെ ഈ ഈർപ്പമൊക്കെ ഇറങ്ങി കുഴഞ്ഞ് ടൊമാറ്റോ ഒന്ന് നല്ലതായിട്ട് കുഴഞ്ഞ് വരട്ടെ. അപ്പോൾ മസാലയിൽ ഇങ്ങനെ പിടിച്ച് റെഡിയായി വരും. ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇനി കുറച്ച് നേരം ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നല്ല കുഴഞ്ഞ പാകമാകുമ്പോൾ തിരിച്ചു വരാം. അതുവരെ വെയിറ്റ് ചെയ്യുക. ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക്. ടൊമാറ്റോ ഒക്കെ വെന്ത് തുടങ്ങി. നോക്കെ സോഫ്റ്റായി വെന്ത് ഇങ്ങനെ കുഴയാനുള്ള പാകമായിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചാദ്യം. ഇത് മസാല ഒന്ന് വേകാനുള്ള വെള്ളം, ഒരു 1/2 കപ്പ് വെള്ളം. അപ്പോൾ ഈ 1/2 കപ്പ് വെള്ളത്തിൽ കിടന്ന് വീണ്ടും ടൊമാറ്റോയും ഉള്ളിയും എല്ലാം കുറച്ചുകൂടി ഒന്ന് വെന്ത് കുറച്ച് കുഴമ്പ് പാകമാകും. വെള്ളം വറ്റി എണ്ണ തെളിയുന്ന പോലെ. ഈ ഒരു സ്റ്റേജിൽ തന്നെ കുറച്ച് കസൂരി മേത്തി പൗഡറും കൂടി ഞാൻ ചേർക്കാൻ പോകുന്നു. ഒരു 1/2 ടീസ്പൂൺ കസൂരി മേത്തി പൗഡർ. അതായത് ഉലുവച്ചീരയുടെ ഇലയാണ് കസൂരി മേത്തി, അത് പൊടിച്ചത്. എല്ലാവർക്കും ഇപ്പോൾ അറിയാമല്ലോ, കസൂരി മേത്തി എന്ന് പറഞ്ഞാൽ എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടും. ഇപ്പോൾ ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ മസാലയുടെ മണമൊക്കെ വന്നു തുടങ്ങി. ഇത് നോക്കിയേ, ടൊമാറ്റോ എല്ലാം കുഴഞ്ഞ് മസാലയെല്ലാം പാകത്തിന്, ഉള്ളിയെല്ലാം വെന്ത എണ്ണ തെളിഞ്ഞ പാകം. ഇനി ബാക്കി വെള്ളം ഒഴിക്കാം. നല്ല കുറുകിയൊരു മസാലയാക്കി എടുക്കാം ഗ്രേവി. ഇതിപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളം ഒഴിക്കാം. ഇനി നന്നായിട്ട് തിളക്കട്ടെ. തിളച്ചിങ്ങനെ വരുമ്പോൾ ബാക്കി കാര്യം കാണാം. ഇപ്പോൾ ഏകദേശം 1.5 കപ്പ് വെള്ളം ഒഴിച്ചു. ആദ്യത്തെ 1/2 കപ്പ് ഒഴിച്ചു, അത് വറ്റി കഴിഞ്ഞിട്ട് 1.5 കപ്പ് ഒഴിച്ചു. ഇനി ഒരു 1/2 കപ്പും കൂടി ഒഴിച്ചു കൊടുക്കും. ഏകദേശം അപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ചു എന്ന് പറയാം. ഇനി നന്നായിട്ട് തിളക്കട്ടെ. തിളച്ച് നല്ലതായിട്ടൊരു പദം വന്ന് വരട്ടെ. അപ്പോൾ ഞാൻ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഇത് നോക്കിയാൽ നമ്മുടെ ഗ്രേവി നന്നായിട്ട് വെട്ടി തിളച്ചിങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇതിലേക്ക് നമ്മുടെ കീമ, മുട്ട കീമ ചേർക്കാൻ പോകും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ചെറിയ തീയിലേക്ക് മാറ്റാം. ഇതെല്ലാം കൂടി കിടന്നിട്ടൊന്ന് സെറ്റാകട്ടെ. കുറച്ച് മല്ലിയില, അത്യാവശ്യം നല്ല എരിവുണ്ട്. ഞാൻ ഇടയ്ക്ക് ഉപ്പ് നോക്കി. എരിവെന്ന് പറയുമ്പോൾ നമ്മളൊരു 2 ടീസ്പൂൺ നിറച്ച് മുളക് പൊടി ചേർത്തു, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തു. നിങ്ങൾ നോക്കിയിട്ട് ചേർത്താൽ മതി. ചിലർക്ക് അത്ര എരിവ് വേണ്ട, അപ്പോൾ 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്താൽ മതി. അല്ലെങ്കിൽ കുരുമുളക് പൊടിയുടെ അളവ് 1/4 ടീസ്പൂൺ ആക്കിയിട്ട് 1.5 ടീസ്പൂൺ മുളക് പൊടി, എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. ഇനി ഇത് ചെറിയ തീയിൽ കിടന്ന് ഒന്നുകൂടി ഒന്ന് സെറ്റായി വരട്ടെ. അപ്പോൾ നമ്മുടെ എഗ് കീമ മസാല റെഡിയാണ്. അങ്ങനെ നമ്മുടെ കീമ മസാല റെഡി ആയി കഴിഞ്ഞു. ഞാൻ തീ ഓഫ് ചെയ്തു. ഒരു ചെറിയ തീയിലൊരു 5-6 മിനിറ്റ് ഇട്ടിരുന്നു. 5 to 7 minutes. ഇത് നോക്കിയേ, കുഴഞ്ഞ പാകത്തിലായി. ഇനി കുറച്ചുകൂടി മല്ലിയില ഇടാം. ഒരു ഗ്രീനും കൂടി വരുമ്പോൾ ഒരു കോൺട്രാസ്റ്റ്. ഇനി ഒരു വിളമ്പ് പാത്രത്തിലേക്ക് മാറ്റാം. അതിന് മുന്നേ ഒരു 1/2 ടീസ്പൂൺ കസൂരി മേത്തി ഇട്ടു. ഒരു 1/4 ടീസ്പൂൺ കൂടി ഇടാം ലാസ്റ്റ്. അത് കുറച്ചുകൂടി ഒരു നല്ല മണം വരും, ഫിനിഷിങ് മണം. വിളമ്പ് പാത്രം. അങ്ങനെ വളരെ വ്യത്യസ്തമായ ഒരു മുട്ട കീമ മസാല റെഡി. ഇത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ആർക്കും മനസ്സിലാവില്ല. മുട്ട കീമയാണോ എങ്ങനെ മനസ്സിലാകാതെ, അല്ല ഒരു പനീർ പോലെ ഇരിക്കുന്നില്ലേ. എന്തായാലും വളരെ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു എക്സോട്ടിക് ഐറ്റമായിട്ട് പറയാം. വെള്ളമായിട്ട് കുറച്ച് മല്ലിയില എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നു. കുറച്ച് ഗ്രേറ്റഡ് മുട്ട ഞാൻ മാറ്റി വെച്ചിരുന്നു, അതിൻ്റെ മുകളിലായിട്ട് ചീസൊക്കെ ഇടുന്ന പോലെ ഇട്ട് കൊടുക്കാം.
ഒരു എക്സ്ട്രാ ഭംഗി വരട്ടെ. അപ്പോൾ ഇത് കാണാനും ഭംഗിയുണ്ട്, ഉണ്ടാക്കി കഴിച്ച് നോക്കുക. നല്ല ടേസ്റ്റാണ്. വളരെ ചെറിയ ചിലവിൽ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ച് ഉണ്ടാക്കാം. കസൂരി മേത്തി മാത്രമേ ഉള്ളൂ എക്സ്ട്രാ നിങ്ങൾക്ക് മേടിക്കേണ്ടി വരിക. ഇനി ഇല്ലയെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, എല്ലാതെയും ചെയ്യാമല്ലോ. ഗരം മസാലയുടെ ടേസ്റ്റ് മാത്രം മതി എന്ന് വെച്ചാൽ മതി. എന്തായാലും ഉണ്ടാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇത് ചപ്പാത്തിക്ക് ബെസ്റ്റാണ്. പിന്നെ റൈസിൻ്റെ കൂടെയും കഴിക്കാം, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാമല്ലോ. അപ്പോൾ തയ്യാറാക്കുക. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചതാണെങ്കിലും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് പക്കോറാസ്. അത് നിമിഷങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്യാം. റാഗി ആൻഡ് ഒണിയൻ പക്കോറ. ഓക്കെ. രണ്ടാമത് കാണിച്ചതാണെങ്കിലും അതിലും എളുപ്പമാണ്. ഇതൊരു സൈഡ് ഡിഷാണ്. നമ്മുടെ മുട്ട കൊണ്ടുള്ള കീമ മസാല, എഗ് കീമ മസാല. അപ്പോൾ 2 വിഭവങ്ങളും തയ്യാറാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ